ശബരിമലയിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം എത്തിയ തീർത്ഥാടകരേക്കാൾ 4,51,043 പേർ ഇത്തവണ കൂടുതലാണ്. 29 ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച ആകെ വരുമാനം 163,89,20,204 രൂപയാണ്. ഇതിൽ അരവണയുടെ വിറ്റുവരവ് 82,67,67,50 രൂപയും കാണിക്കയിൽ നിന്നുള്ള വരുമാനം 52,27,00,000 രൂപയുമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച വരുമാനത്തേക്കാൾ 22,76,22,481 രൂപ ഇത്തവണ അധിക വരുമാനമുണ്ടായി. അരവണ വിറ്റുവരവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 65,26,47,320 രൂപ ആയിരുന്നപ്പോൾ ഈ വർഷം 17,41,19,730 രൂപയായി വർദ്ധിച്ചു. കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ 8,35,00,000 രൂപ അധികമെത്തി. അപ്പോൾ ഈ 29 ദിവസം വളരെ മനോഹരമായിട്ടാണ് ഈ മണ്ഡലകാലം പൂർത്തിയാകുന്നത് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് 29 ദിവസം പൂർത്തിയാകുമ്പോൾ 22,67,956 പേർ ആണ് ഇന്നലെ വരെ വന്നത്. ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത് 18,16,913 പേരായിരുന്നു ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത്. ഇത്തവണ 4,51,043 പേർ അധികമായി എത്തി. ഇനി വരുമാനത്തിൻ്റെ കാര്യം, ഈ വർഷത്തെ 29 ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം 163,89,20,204. ഇതേ സമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം 140,12,97,723 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി 22,76,22,481 കോടി രൂപയുടെ അധിക വരുമാനമാണ്. അരവണയുടെ വിറ്റുവരവ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി മാറുന്നത്. അരവണയുടെ വിറ്റുവരവ് 82 കോടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് 17 കോടി രൂപയുടെ അധിക വരുമാനമാണ്. 17 കോടിയുടെ അധിക വരുമാനം, ഏതാണ്ട് 17 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമായും ഇതിൻ്റെ കണക്ക് കാര്യങ്ങളായി പറയാനുള്ളത്. പിന്നെ 25-ാം തീയതിയാണ് തങ്കയങ്കി ഇവിടെ എത്തിച്ചേരുന്നത്. ആറന്മുളയിൽ നിന്ന് ഡിസംബർ 22-ന് രാവിലെ 6 മണിക്ക് പുറപ്പെടുന്ന തങ്കയങ്കി ഘോഷയാത്ര ഡിസംബർ 25-ന് വൈകിട്ട് 5 മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരുമെന്ന് ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. 25-ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തിയിട്ടുള്ള ദീപാരാധന നടക്കും. പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും ചേർന്ന് നടത്തുന്ന കർപ്പൂരാഴി ഡിസംബർ 23, 24 തീയതികളാണ്. 22-ന് രാവിലെ 6 മണിക്ക് ആറന്മുളയിൽ നിന്നും പുറപ്പെടും. 25-ന് വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അന്ന് വൈകുന്നേരം 6:30-ക്ക് നടക്കും. പിന്നെ നമ്മുടെ ജീവനക്കാരും പോലീസുമായി ചേർന്ന് നടക്കുന്ന കർപ്പൂരാഴിയുണ്ട്. അത് 23-നും 24-നും ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സമയത്തൊക്കെ അരവണ നിയന്ത്രിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലല്ലോ, യഥേഷ്ടം നമ്മൾ കൊടുക്കുകയാണ്. എത്തുന്ന ഒരു ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ നമുക്ക് നടപ്പാക്കേണ്ടി വരും. അത് സ്വാഭാവികമല്ലേ. ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട്, ഹൈക്കോടതിയുടെ ജഡ്ജിമാർ വരുന്നുണ്ട്, മന്ത്രിമാർ വരുന്നുണ്ട്, MLA മാർ വരുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, അങ്ങനെ ഒരുപാട് പേര് വരും. ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിലുള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടി വരും. പക്ഷെ അത് ഒരു ഭക്തജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും. ന്യൂസ് ബ്യൂറോ, മലയാളം പൾസ്.